الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته ليس كمثله شيء وهو السميع البصير اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا اتقوا الله عباد الله ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽബറിയുന്ന നമ്മുടെ മനസ്സറിയുന്ന നമ്മളോട് ഏറെ സ്നേഹമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്ക് പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന് മുഴുവൻ കാരുണ്യമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച പ്രവാചകനാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത്, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുക എന്നുള്ളത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. ആ ഒരു വിഷയത്തിൽ ഇന്ന് ലോകത്ത് തർക്കമില്ല. എന്നാൽ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ലോകത്ത് തർക്കമുള്ളത്. പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാതെ നമ്മുടെ ഈമാൻ അത് പരിപൂർണമാവുകയില്ല. നാളെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധ്യമാവുകയില്ല. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അത്രമേൽ നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മളോടുള്ള സ്നേഹത്തിന്റെ വിശാലത പരിശുദ്ധമായ ഖുർആനിലൂടെ ഹദീസിലൂടെ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുമെന്നുള്ളത്. നാളെ പരലോകത്ത് വിചാരണയുടെ നാളിൽ ഒരാളും സഹായിക്കാനില്ലാതെ ആ വിചാരണ ചെയ്യുന്ന സന്ദർഭങ്ങളിലൂടെ പ്രവാചകന്മാരുടെ അടുക്കിലേക്ക്
ജനങ്ങൾ ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. ഓരോ പ്രവാചകന്മാരും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഒഴിവാകുമ്പോൾ അന്നേരം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് പറയുകയാണ്, യാ റബ്ബി ഉമ്മത്തി ഉമ്മത്തി, പടച്ചോനെ എന്റെ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്, എന്റെ സമുദായത്തിലുള്ള ആളുകളാണ് റബ്ബേ, വിചാരണക്കെടുക്കണേ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ പ്രവാചകന്മാരും അവരുടെ ജീവിത കാലഘട്ടത്തിൽ അവരുടെ പ്രബോധന രീതികളിലൂടെ റബ്ബിങ്കിൽ നിന്ന് തീർച്ചയായും ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടായിട്ടുണ്ട്. ഓരോ പ്രവാചകന്മാർക്കും അങ്ങനെ പ്രാർത്ഥിക്കുവാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാവരും ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ പ്രവാചകന്മാർക്കും ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ദഅവതുഹു, എല്ലാ പ്രവാചകന്മാരും അത് നേരത്തെ തന്നെ ആക്കിയിട്ടുണ്ട്, എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. വഇന്നി യഖ്തബതു ദഅവതി ശഫാഅതൻ ലിഉമ്മി യൗമൽ ഖിയാമ, തീർച്ചയായും എന്റെ ആ പ്രാർത്ഥനയുണ്ടല്ലോ അതിന്റെ സമുദായത്തിന് അന്ത്യനാളിൽ ശഫാഅത്തിനായി ഞാൻ നീക്കി വെച്ചിരിക്കുകയാണ്. നോക്കിയേ നിങ്ങൾ, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മളോടുള്ള സ്നേഹം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ യുമിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനഃപാഠമാക്കി വെക്കേണ്ടുന്ന ഹദീസല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ലാ യുമിനു അഹദുകും, നിങ്ങളിൽ ഒരാളും പൂർണ്ണമായ വിശ്വാസിയാവുകയില്ല. നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ മക്കളെക്കാൾ, ജനങ്ങളെക്കാൾ എല്ലാറ്റിനും ഉപരി നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ, എത്രത്തോളം സ്വന്തത്തിനേക്കാളും പ്രിയപ്പെട്ടവരെ നമ്മൾ സ്നേഹിക്കേണ്ടത് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മുടെ സ്വന്തത്തെക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ടത് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സത്യവിശ്വാസികളോട് അവരുടെ സ്വന്തം ദേഹത്തേക്കാൾ ബന്ധപ്പെട്ട ആളാകുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റുള്ളവരെക്കാൾ പോരാ, നമ്മുടെ സ്വന്തത്തെക്കാൾ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുവാൻ, ഇഷ്ടപ്പെടാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, എന്നെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തു, ലാ വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? ഹത്താ അകൂന ഹബ്ബ ഇലൈക മിൻ നഫ്സിക, ഉമറേ, നിന്നെക്കാളും നീ എന്നെ സ്നേഹിക്കുന്നത് വരെ നിന്റെ ഈമാൻ പൂർണ്ണമാകുന്നില്ല. ഇത് പറഞ്ഞപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, എനിക്ക് നിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഉമർ, ഉമറേ, നിന്റെ ഈമാൻ പൂർണ്ണമായത് ഇപ്പോഴാണ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ വിശാലത നമുക്ക് ചരിത്രങ്ങളിലൂടെ, സ്വഹാബത്തിന്റെ കഥകളിലൂടെ, ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത് വിശ്വാസിയുടെ മേൽ നിർബന്ധമായ കാര്യമാണ്. നമ്മുടെ ഈമാനിനെ ഒന്ന് പുലർത്തുവാനും നമ്മുടെ ഈമാനിനെ ഒന്ന് ശക്തി കൂട്ടുവാനും അത് കാരണമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, സലാസും മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ, മൂന്ന് കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അയാൾക്ക് ഈമാനിന്റെ മാധുര്യം ലഭിച്ചു എന്നുള്ളതാണ്. അതിൽപ്പെട്ട ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്,
പറഞ്ഞത് അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ റസൂലും മറ്റുള്ളതിനേക്കാൾ എല്ലാറ്റിലും പ്രിയമുള്ളതായിട്ട് മാറുക. സമ്പത്തിനേക്കാൾ, തരുണിമണികളായ മക്കളേക്കാൾ, മാതാപിതാക്കളേക്കാൾ, നീ കൂട്ടിവെച്ചുണ്ടാക്കിയ നിന്റെ സമ്പത്തുണ്ടല്ലോ, അതിനേക്കാൾ എല്ലാറ്റിനും ഉപരി നിനക്ക് പ്രിയപ്പെട്ടത് അല്ലാഹുവും അവന്റെ റസൂലുമായാൽ നിനക്ക് ഈമാനിന്റെ മാധുര്യം ലഭിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇനി എങ്ങനെയാണ് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കേണ്ടത്? ഒരു വർഷം വരുമ്പോൾ ഒരു കൊടി പിടിച്ചത് കൊണ്ടോ, ഒരു റാലി നടത്തിയത് കൊണ്ടോ, അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ വിളമ്പിയത് കൊണ്ടോ വിശ്വാസികളെ ആ പ്രവാചക സ്നേഹം പൂർണ്ണമാകുമോ? ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്ത് സ്നേഹിച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്ഥാനത്തെ ഇടിച്ചു താഴ്ത്താതെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ ബഹുമാനവും ആദരവും കൊടുത്തവർ സ്നേഹിച്ചു. എത്രത്തോളം എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സിലാക്കുവാൻ ചരിത്രങ്ങൾ നമുക്ക് കാണുവാനുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടി ഹിജ്റ പോകുന്ന സന്ദർഭങ്ങളിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലൂടെ നടക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ചു കഴിയുമ്പോൾ അതാ പിറകോട്ട് വരികയാണ്. യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. ആ സന്ദർഭങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അബൂബക്കറേ, ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടി നീ നടക്ക്. കുറച്ച് മുന്നിലൂടെ നടക്കും, കുറച്ച് കഴിഞ്ഞാൽ പിന്നിലൂടെ നടക്കും. ഇത് എന്തൊരു നടത്തമാണ്? ഇത് പറഞ്ഞപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അങ്ങയുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് ഭയമാണ്, ശത്രുക്കൾ അങ്ങയെ പിന്നിൽ നിന്ന് ആക്രമിച്ചാലോ. അപ്പൊ ഞാൻ പിന്നിലോട്ട് വരും. ഞാൻ പിന്നിലോട്ട് കടന്നു വന്നാൽ എന്റെ മനസ്സിൽ ഒരു ഭയമാണ് റസൂലേ, മുന്നിലൂടെ അങ്ങയെ വന്ന് ശത്രുക്കൾ ആക്രമിച്ചാലോ. നോക്കൂ നിങ്ങൾ, ഇതായിരുന്നു സ്വഹാബത്തിന്റെ പ്രവാചക സ്നേഹം. ഏറ്റവും നല്ല രൂപത്തിൽ അവർ പ്രൊട്ടക്ട് ചെയ്തു, അധ്യാപനങ്ങൾ പഠിച്ചു. നോക്കൂ നിങ്ങൾ, മഹാനായ ത്വൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പ്രിയപ്പെട്ടവരെ, ഉഹുദ് യുദ്ധത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചതിന്റെ പേരിൽ 80-ൽ പരം കുത്തും ശരീരത്തിൽ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മളെ അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്ത് ത്യാഗമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സഹിച്ചിട്ടുള്ളത്. അബൂ ത്വൽഹാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയേ, താങ്കൾക്ക് നിർഭയനാകുവാൻ വേണ്ടി എന്റെ മാതാപിതാക്കളെ ഞാൻ വിട്ടുതരാം. ഒരിക്കലും നബിയേ, അങ്ങ് ശത്രുക്കളുടെ മുന്നിലൂടെ കടന്നു പോകല്ലേ. അങ്ങക്ക് വരുന്ന ഓരോ അമ്പുകളെ എന്റെ നെഞ്ചിനെ ഒരു പരിചയാക്കി ഞാൻ വെക്കാൻ നബിയേ. അങ്ങയുടെ ശരീരത്തിൽ ഒരു അമ്പ് തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് സ്വഹാബത്ത് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂ ത്വൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ കൈകൾ മരവിച്ചു പോയിട്ടുണ്ട്. എന്ത് കാരണത്താൽ? റസൂലുള്ളാഹി അലൈഹി വസല്ലമക്ക് വരുന്ന ഓരോ അമ്പുകളെയും പീഡനങ്ങളെയും പ്രയാസങ്ങളെയും തടുത്ത കാരണത്താൽ അത്രത്തോളം പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വന്ന മഹാനായ അബൂ ത്വൽഹാ റളിയല്ലാഹു അൻഹു സ്വന്തം ശരീരം ആണ് മാറ്റിവെച്ചിട്ട് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ മഹദിയായ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ആളുകളോട് സഹായം ആവശ്യപ്പെട്ടു. അപ്പൊ പല ആളുകളും പലതും വന്നു കൊടുത്തു. പാത്രം കൊണ്ടുവന്ന് കൊടുത്തു, അതുപോലെ ചില ആയുധങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തു, അവരുടെ അടുക്കലുള്ളതൊക്കെ കൊടുത്തു. ഈ സ്വഹാബ വനിത കടന്നു വരികയാണ്. എങ്ങനെയാണ് കടന്നു വരുന്നത്? മുലമുടി പ്രായത്തിലുള്ള തന്റെ കൈകുഞ്ഞുമായി കൊണ്ട് കടന്നു വരികയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നബിയേ, അങ്ങ് സഹായം ആവശ്യപ്പെട്ടില്ലേ? അങ്ങ് സഹായം ആവശ്യപ്പെട്ടില്ലേ? അങ്ങക്ക് പലതും പല ആളുകളും കൊണ്ടുവന്നു കൊടുത്തു. അങ്ങ്
അങ്ങക്ക് തന്നു. പക്ഷേ എന്റെ കയ്യിൽ അങ്ങക്ക് തരാൻ ഈ മുലകുടി പ്രായത്തിലുള്ള ഒരു കൈക്കുഞ്ഞു മാത്രമാണ് നബിയേ. ഇത് പറഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു പോയി പ്രിയപ്പെട്ടവരെ. സ്വഹാബത്തിന്റെ കണ്ണ് നിറഞ്ഞു പോയി പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അല്ല സ്വഹാബ, വനിതാ, മുലകുടി പ്രായമുള്ള ഈ കൈകുഞ്ഞുമായി ഞാൻ ആ യുദ്ധക്കളത്തിലേക്ക് പോയിട്ട് എന്ത് ചെയ്യുവാനാണ്? ആ സ്ത്രീയുടെ മറുപടി എന്തെന്നറിയുമോ? നബിയേ, അങ്ങയുടെ നേർക്ക് വരുന്ന ഓരോ അമ്പുകളെയും, അങ്ങയുടെ നേർക്ക് വരുന്ന ഓരോ അമ്പുകളെയും എന്റെ ഈ കുഞ്ഞിനെ ഒരു പരിചയാക്കി കൊണ്ടങ്ങ് പിടിച്ചു കൊള്ളുക. അങ്ങയുടെ ജീവനെ എന്റെ കുട്ടിനെ കൊണ്ട് നിങ്ങൾ സംരക്ഷിക്കണം. നോക്കിയേ നിങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ. ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ ഇന്ന് ആ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ കൂടെയില്ല. പിന്നെ എങ്ങനെയാണ് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കേണ്ടത്? റോഡ് മുടക്കി, അല്ലെ, റാലി നടത്തി, കൊടിയൊക്കെ പിടിച്ച് പാട്ടുകളും അതുപോലെ തന്നെ സംഗീതോപകരണങ്ങൾ വെച്ചുകൊണ്ടുള്ള പരിപാടികളൊക്കെ നടത്തി അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയാൽ പ്രിയപ്പെട്ടവരെ, അത് പ്രവാചക സ്നേഹമാകുമോ? 30 വർഷം നീണ്ടു നിന്ന ഖുലഫാഉർ റാഷിദീങ്ങൾ ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ജന്മദിനാഘോഷം നടത്തിയോ പ്രിയപ്പെട്ടവരെ? അവർക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ടായിരുന്നില്ലേ? ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടുന്ന രീതി പ്രിയപ്പെട്ടവരെ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചിരിക്കുകയാണ്. അലാമത്തു ഹുബ്ബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ ഹുബ്ബുസ് സുന്ന. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ സാമ്പത്തിക മേഖലകളിൽ, അതുപോലെ തന്നെ നമ്മുടെ ഭാര്യമാരുടെ വിഷയത്തിൽ, ഭർത്താക്കന്മാരുടെ വിഷയത്തിൽ, മാതാപിതാക്കളുടെ വിഷയത്തിൽ, ഇങ്ങനെ ഏതൊക്കെ മേഖലകളിൽ നമ്മളോട് സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ആ കാര്യങ്ങളെല്ലാം സൂക്ഷിച്ച് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിൻപറ്റുക. അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിനെ എതിരായി കൊണ്ട് ചെയ്തു ഒരിക്കലും അത് പ്രവാചക സ്നേഹമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി അങ്ങനെ വിശ്വാസികളായ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2-3 വിഷയങ്ങൾ എന്താണെന്നറിയോ? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പൂർണ്ണമായും നമ്മൾ വിശ്വസിക്കുക. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, നിശ്ചയമായും സത്യവിശ്വാസികൾ അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിച്ചിരിക്കുന്നു. സുമ്മ ലം യർതാബൂ, പിന്നീട് സന്ദേഹപ്പെടാതിരിക്കുകയും പിന്നീട് അവർക്ക് സംശയമില്ല, അഥവാ പൂർണ്ണമായി കൊണ്ടും ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, വിശ്വാസം കഴിഞ്ഞതിന് ശേഷം ലേശം ഒരു സംശയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യുശാഖിഖില്ലാഹ വറസൂലഹു ഫഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും ആരെങ്കിലും മത്സരിച്ച് ചേരിയിലുള്ള പക്ഷം റബ്ബ് പറയാണ്, ഫഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായി ശിക്ഷിക്കുന്നതാണ്. അപ്പൊ ഈ രൂപത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തെ നമ്മൾ ഊട്ടി ഉറപ്പിക്കുവാൻ നമ്മൾ ശ്രമിക്കുക. നമ്മുടെ നാടുകളിൽ അതിന്റെ ഒരു ആവേശമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ വലിയ ഉത്സവം പോലെ ഡെക്കറേറ്റുകളൊക്കെ ചെയ്ത് പ്രത്യേകമായ ദിക്റുകളും സ്വലാത്തുകളും മാലകളും മൗലൂദുകളും ഒക്കെ ചൊല്ലി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ പേര് പറഞ്ഞ് ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ സ്വഹാബത്തിന്റെയോ മാതൃകയുണ്ടോ എന്ന് പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ ചിന്തിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വർഷത്തിൽ തീയതികളിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞത് റബീഉൽ അവ്വൽ 12 സുബ്ഹിയോട് അടുത്ത സമയമാണ് എന്നുള്ള കാര്യത്തിൽ പ്രിയപ്പെട്ടവരെ ഒരിക്കലും തർക്കമില്ല, വിതർക്കമില്ല. സ്വഹാബത്ത് തേങ്ങി കരഞ്ഞ ദിവസമാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞ ദിവസമാണ്. നോക്കിയേ നിങ്ങൾ, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ നിമിഷങ്ങളിലൂടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കരയുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, നബിയേ അങ്ങക്ക് വേദനയുണ്ടോ, അങ്ങക്ക് പ്രയാസമുണ്ടോ എന്ന് ചോദിക്കുന്ന സന്ദർഭങ്ങളിലൂടെ ഇന്നലിൽ മൗതി സകറാത്ത്, മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട് ആയിഷ എന്നാണ്. ഓക്കേ പ്രിയപ്പെട്ടവരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞ ദിവസമല്ലേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും പറഞ്ഞു പോയില്ലേ, ആരെങ്കിലും എന്റെ പ്രവാചകൻ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു പോയ ദിവസമല്ലേ, മദീനയാകെ മൂകസാന്ദ്രമായ ദിനമായിരുന്നില്ലേ? ആ ഒരു ദിവസത്തിലാണ് നമ്മളിങ്ങനെ ആഘോഷിക്കുന്നത്, ഭക്ഷണ പദാർത്ഥങ്ങൾ വിളമ്പുന്നത്. വഴിയിൽ നിന്ന് നിങ്ങൾ ഉപദ്രവത്തെ മാറ്റിവെക്കണമെന്ന് പഠിപ്പിച്ച ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ റോഡ് നീളെ മുടക്കിക്കൊണ്ട് എത്ര നമ്മൾ കൺട്രോൾ ചെയ്താലും നിയന്ത്രിച്ചാലും ഏതെങ്കിലും ഒരു മനുഷ്യൻ അവന്റെ ഹൃദയത്തിൽ പറഞ്ഞു പോകില്ലേ, ഇതാണോ ഇവരുടെ പ്രവാചക സ്നേഹം? ഇങ്ങനെ നമ്മൾ നിയന്ത്രിച്ചാലും ആർക്കെങ്കിലും എന്തെങ്കിലും പരാജയമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അതുപോലെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, നിങ്ങൾ നിങ്ങളുടെ പുരുഷന്മാരോട് പറഞ്ഞു, പുരുഷന്മാരെ നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ വസ്ത്രം നിങ്ങൾ നെരിയാണിക്ക് താഴെ നിങ്ങൾ ഇറക്കിയിടാൻ പാടില്ല. അന്നത്തെ ദിവസം അതിനൊന്നും ഒരു പ്രശ്നമില്ല. അന്ന് സുബഹി ജമാഅത്തിൽ ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം. അന്നതാ ഘോഷയാത്ര കാണുവാൻ വേണ്ടി എല്ലാ സഹോദരന്മാരും സഹോദരിമാരും റോഡിന്റെ ഇരുഭാഗങ്ങളിലൂടെ കടന്നു വരികയാണ്, വീഡിയോ എടുക്കുകയാണ്, അതുപോലെ തന്നെ സ്റ്റാറ്റസ് ആക്കി വെക്കുകയാണ്. എന്നാൽ അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് പള്ളിയിൽ വന്നുകൊണ്ട് നമസ്കരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അത് വലിയ ഫിത്നയാണ്. അങ്ങനെയാണ് മതപുരോഹിതന്മാർ പഠിപ്പിച്ചു കൊടുക്കുന്നത്. എത്ര വലിയ വിരോധാഭാസമാണ് പ്രിയപ്പെട്ടവരെ, അല്ലേ? ഈ രൂപത്തിലാണോ നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്? അല്ല, നമ്മൾ സ്നേഹിക്കേണ്ടത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ടാകണം നമ്മൾ സ്നേഹിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. അതിനുവേണ്ടി നമ്മൾ സാമ്പത്തികമായി, നമ്മൾ ശാരീരികമായി എന്ത് നമ്മൾ മുതലാക്കിയാലും നാളെ റബ്ബിന്റെ അടുക്കൽ നിന്ന് ഒന്നും നമുക്ക് ലഭിക്കാനില്ല. പുത്തനാചാരമാണ്. നാളെ പരലോകത്ത് നമ്മൾ നഷ്ടക്കാരിൽ പെട്ടുപോകുന്ന കാര്യമായിട്ടാണ് പ്രിയപ്പെട്ടവരെ വരിക. അതുകൊണ്ട് യഥാർത്ഥമായ പ്രവാചക സ്നേഹം പഠിക്കുക, ജീവിതത്തിൽ കൊണ്ടുവരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ, ഏറ്റവും നല്ല രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുവാനും അവിടുത്തെ പാതകളെ പിൻപറ്റുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي أحساني بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് അവൻ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാറ്റിനേക്കാളും നമ്മൾ സ്നേഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ പരലോകത്തിൽ വിജയമാണ് അവിടെ സംഭവിക്കുന്നത്. പരിപൂർണമായിക്കൊണ്ട് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ നമുക്ക് പുറത്തു തരും. അല്ലാഹു പറയാണ്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നബിയെ പറഞ്ഞു കൊടുക്കുക, പറയുക, നിങ്ങൾ അല്ലാഹുവിനെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക. യുഹ്ബിബുകുമുല്ലാഹ്, അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സ്നേഹിക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ പടച്ച റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരും. അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിലുടനീളം, രഹസ്യ ജീവിതത്തിൽ, പരസ്യ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, എല്ലാ മേഖലകളിലും ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല ആ റസൂലിനെ പിൻപറ്റി അനുസരിച്ചവരുടെ സ്ഥാനം എത്രയാണ്. അന്ന് പറയാണ്, ആര് റബ്ബിനെ അനുസരിച്ചുവോ റസൂലിനെ അനുസരിച്ചുവോ അവർ റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചവരുടെ മാർഗ്ഗത്തിലായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചവരുടെ കൂടെയായിരിക്കും. മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച ഈ ആളുകളുടെ കൂട്ടത്തിലായിരിക്കും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചാലെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണമെന്നുള്ള വാസ്തവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ മുമ്പ്, ആ മരണം നമ്മെ പുൽകുന്നതിന്റെ മുമ്പ്, അല്ലേ, ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സമയവും സന്ദർഭവും ആരോഗ്യവും പ്രിയപ്പെട്ടവരെ നന്മകളിൽ നമ്മൾ എന്ത് ചെയ്യുക, മുതലെടുത്ത് നമ്മൾ ജീവിക്കുക. ഇപ്പോഴൊന്നും എന്നെ മരണം പിടികൂടുകയില്ല എന്നുള്ള ഒരു തോന്നലും ഒരു വിചാരവും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമില്ല. എത്രയോ ആളുകൾ ഇവിടെ പറഞ്ഞു പോയതാണ്. നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും മരിക്കുന്ന സന്ദർഭത്തിൽ മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഹലാലും ഹറാമും ഹഖും ബാത്തിലും നോക്കാതെ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ അന്തിമ നിമിഷം എങ്ങനെയായിരിക്കുമെന്ന് ഏതെങ്കിലും ഒരു ദിവസം ഒരല്പനേരം പ്രിയപ്പെട്ടവരെ തനിച്ചിരുന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണോ? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ നന്മക്ക് വേണ്ടി. അതുകൊണ്ട് ആ രൂപത്തിൽ ഏറ്റവും നല്ല ആളുകളായി ജീവിക്കുവാൻ നമ്മൾ സദാ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ കളക്ഷൻ നമ്മൾ എടുക്കുന്ന നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവരും ആത്മാർത്ഥമായി കൊണ്ട് നമ്മുടെ സമ്പത്തിന്റെ നല്ലൊരു വിഹിതം അല്ലാഹുവിന്റെ ഭവനത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുക. നാളെ പരലോകത്ത് നമുക്ക് വലിയ മുതൽക്കൂട്ടായി നമുക്ക് നാളെ വരാനുള്ളതാണ്. നമ്മുടെ സമ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിവൃദ്ധിയെ നമുക്ക് തരികയുള്ളൂ. ആ ഒരു വിഷയത്തിൽ പ്രത്യേകമായ ശ്രദ്ധ എല്ലാ സഹോദരി സഹോദരന്മാരും എടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും ഇഖ്ലാസോടുകൂടി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായി കിടക്കുന്നതായിട്ട് വാർത്ത ലഭിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ദുആ ചെയ്യുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പരിപൂർണമായ ശിഫ
ശിഫ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാരിൽ നിന്നും നമ്മുടെ മക്കളിൽ നിന്നും നമ്മുടെ ഭർത്താക്കന്മാരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അല്ലാഹുവേ നീ ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أزرنا من النار اللهم أزرنا من النار اللهم أزرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا